കായംകുളം ഗാന്ധിനഗർ റെസിഡൻസ് അസോസിയേഷൻ വിദ്യാഭ്യാസ മെറിറ്റ് അവാർഡ് നൈറ്റ് പ്രോഗ്രാം സംഘടിപ്പിച്ചു. സഹകരണ എക്സൈസ് വകുപ്പ് മന്ത്രി എം ലിജു ഉദ്ഘാടനം നിർവഹിച്ചു. കായംകുളത്തെ ഉയരപ്പാതയ്ക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് മന്ത്രി പറഞ്ഞു. കായംകുളം നഗരസഭ 4-ാം വാർഡിൽ പഠനം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഗാന്ധിനഗർ റെസിഡൻസ് അസോസിയേഷൻ വിദ്യാഭ്യാസ മെറിറ്റ് അവാർഡ് നൈറ്റ് സംഘടിപ്പിച്ചു. സഹകരണ എക്സൈസ് വകുപ്പ് മന്ത്രി എം ലിജു ഉദ്ഘാടനം നിർവഹിച്ചു. ഞാൻ അവരെ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു. മികച്ച വിജയം നേടിയെടുക്കാൻ സാധിക്കും. കഠിനാധ്വാനിച്ചു നിങ്ങളുടെ ഒരു വിജയത്തിന്റെ തുടക്കമായി മാറട്ടെ ഞാൻ ആശംസിക്കുകയാണ്. കാരണം പരീക്ഷയിലെ വിജയം എന്നത് ജീവിത വിജയത്തിന്റെ ഒരു തുടക്കമാണ്. ജീവിതത്തിന്റെ പരീക്ഷയാണ് നമ്മുടെ മുമ്പിൽ മുന്നോട്ട് നീണ്ടു കിടക്കുന്നത്. ആ ജീവിതത്തിന്റെ പരീക്ഷയിൽ വിജയിക്കുന്നതിലെ ഒരു നിർണായകമായ കാര്യമാണ് ക്ലാസ്സിലെ പരീക്ഷ ജയിക്കുക എന്നുള്ളത്. ക്ലാസ്സിലെ പരീക്ഷ കൊണ്ട് മാത്രം പക്ഷേ ജീവിതത്തിലെ പരീക്ഷ മുന്നോട്ട് പോകാൻ പറ്റുമോ? ഇല്ല. ഇന്നലെ തന്നെ ലോക മയക്കുമരുന്ന് വിരുദ്ധ ദിനമാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ ഇതിൽ പെട്ടുപോകുമോ എന്നൊരു ആശങ്കയിലൂടെ നമ്മൾ കടന്നുപോകും. ഞാൻ ഈ എക്സൈസ് വകുപ്പിന്റെ ചുമതല ഏറ്റെടുത്തതിന് ശേഷം പോലീസിന്റെ ഓപ്പറേഷൻ തൂഫാൻ നടക്കുന്നു. അതിന്റെ കൂട്ടത്തിൽ എക്സൈസ് വകുപ്പിന്റെ നിലവായി തന്നെ ശ്രമിക്കുന്നു. എനിക്ക് ഇന്നലെ കഴിഞ്ഞ ദിവസം നമ്മൾ പത്രസമ്മേളനം നടത്തിയിട്ട് നമ്മൾ കണക്ക് പറഞ്ഞു. ഒറ്റ മാസം കൊണ്ട് 15,000 കേസാണ് എക്സൈസ് മാത്രം എടുത്തത്. 15,000 കേസ്. അതിൽ 1,400 കേസ് മയക്കുമരുന്ന് കേസാണ്. 1,400. അപ്പൊ ലോകം നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണിയാണ്. അപ്പൊ നമ്മുടെ കുഞ്ഞുങ്ങൾ അതിൽ പെട്ടുപോകാൻ പറ്റുമോ? ഇല്ല. അപ്പൊ നമുക്ക് നന്നായി പഠിക്കുന്ന കുഞ്ഞുങ്ങൾ അവർക്കിതിനെ പ്രതിരോധിക്കണമെന്നുണ്ടെങ്കിൽ തിരിച്ചറിവ് കൂടി വേണം. ഇത് തെറ്റാണെന്നുള്ള തിരിച്ചറിവ് ഉണ്ടാവണ്ടേ? തെറ്റാണെന്നുള്ള തിരിച്ചറിവ് ഉണ്ടാവണം. തെറ്റാണെന്നുള്ള തിരിച്ചറിവ് തീർച്ചയായിട്ടും ആദ്യം തുടങ്ങേണ്ടത് വീട്ടിൽ നിന്ന് തന്നെയാണ്. നമ്മുടെ കുഞ്ഞുങ്ങളോട് പരസ്പരം ഇത് സംസാരിക്കാൻ തയ്യാറായില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സന്തോഷമായിട്ട് സംസാരിക്കുമ്പോൾ തന്നെ പകുതി കൂടുതൽ പ്രശ്നങ്ങളില്ലാതാവും. കായംകുളത്ത് തൂണിന്മേലുള്ള ഉയരപ്പാത നിർമ്മിക്കുന്നതിന് ആത്മാർത്ഥമായ പരിശ്രമം തന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്ന് മന്ത്രി പറഞ്ഞു. അസോസിയേഷൻ പ്രസിഡന്റ് നസീബ് ഖാൻ വരിക്കപ്പള്ളിയിൽ അധ്യക്ഷനായി. വിദ്യാഭ്യാസ മെറിറ്റ് അവാർഡ് ദാനം മന്ത്രി നിർവഹിച്ചു. നഗരസഭാ ചെയർമാൻ ശരത് ലാൽ ബെല്ലാരി മുഖ്യാതിഥിയായി പങ്കെടുത്തു. അസോസിയേഷന്റെ കുടുംബസംഗമമായ ഇശൽ നിലാവ് 2026 വിവിധ കലാമത്സരങ്ങളിൽ പങ്കെടുത്ത വിജയികൾക്കുള്ള സമ്മാനദാനം കായംകുളം നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കാവിൽ നിസാർ നിർവഹിച്ചു. അസോസിയേഷൻ ജനറൽ സെക്രട്ടറി റിയാസ് പുലരിയിൽ സ്വാഗതം പറഞ്ഞു. മുഖ്യ രക്ഷാധികാരി മുഹമ്മദ് സാബിർ ഇഞ്ചക്കൽ, വൈസ് പ്രസിഡന്റുമാരായ എച്ച് കുൽസുമ, സലാഷ് വാലയ്യത്ത്, ജോയിന്റ് സെക്രട്ടറിമാരായ ഷഫീഫുദ്ദീൻ, സത്താർ ഇഞ്ചക്കൽ, സൊലാഹുദ്ദീൻ ഇശൽ, വനിതാവേദി കൺവീനർ ഷഫീന ഫെബിൻ, ട്രഷറർ ഹഫീസ് മുല്ലശ്ശേരിൽ, എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ഷറഫ് കളത്തിൽ, ഹിലാൽ ഇദ്രീസ്, ജെസ്സി മജീദ്, സാബിർ അഷ്റഫ്, ഷൗക്കത്ത് പറമ്പി എന്നിവർ സംസാരിച്ചു. CDNet ന്യൂസ്, കായംകുളം.